കോട്ടയം തിരുവാതുക്കലിൽ വൃദ്ധദമ്പതികളെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വിജയകുമാർ, ഭാര്യ മീര എന്നിവരാണ് മരിച്ചത്. മൃതദേഹം കണ്ടത് രക്തം വാർന്ന നിലയിലാണ്. വിവരങ്ങളുമായി സനോജ് ചേരുന്നു. സനോജ്, എന്തായിരുന്നു സംഭവിച്ചത്? അജിംഷാദ്, കോട്ടയത്തെ ഒരു പ്രധാനപ്പെട്ട വ്യവസായി കൂടിയാണ് ഈ വിജയകുമാറിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഇത് ഒരു കൊലപാതകമാണ് എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ഒരു കൊലപാതകത്തിലേക്ക് ഇത് വഴിവെച്ചിരിക്കുന്നു എന്നതാണ് പോലീസ് നൽകുന്ന സ്ഥിരീകരണം. ഇതിന്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെയും മൃതദേഹം വളരെ പരിക്കുകളോടെയാണ് കാണപ്പെട്ടത്. വിജയകുമാറിന്റെയും ഭാര്യ മീരയുടെയും മുഖത്ത് മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ചതിന്റെ ലക്ഷണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന സൂചന. രക്തം വാർന്ന നിലയിലായിരുന്നു മൃതദേഹം കാണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകമാണ് എന്നുള്ളതാണ് പോലീസ് ഉറപ്പിക്കുന്നത്. ഈ രാവിലെ വീട്ടിൽ ജോലിക്കെത്തിയ ഈ രണ്ടുപേരെയും മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. ഈ സാധാരണ പിൻവാതിലൂടെയാണ് ഇവർ വീടിനുള്ളിൽ കടക്കുക. വീട് പിൻവാതിൽ തുറന്ന നിലയിലായിരുന്നില്ല. പിന്നീട് മുൻവശത്ത് വന്നപ്പോൾ ഡോർ തുറന്ന നിലയിലും അകത്തേക്ക് കയറുമ്പോൾ ഇരുവരുടെ മൃതദേഹങ്ങൾ കാണുകയുമായിരുന്നു. ബഹളം വെച്ച ഇവർ പുറത്തേക്ക് ഓടുകയും നാട്ടുകാരെ വിവരം അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് നാട്ടുകാർ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തിയാണ് ഇത് കൊലപാതകമാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. വിജയകുമാറിന് 2 മക്കളായിരുന്നു, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ഈ ആൺകുട്ടി നേരത്തെ മരണപ്പെട്ടിരുന്നു. പിന്നീട് ഉള്ളത് ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടി വിദേശത്താണ്, വിവാഹം കഴിഞ്ഞതിനു ശേഷം വിദേശത്ത് താമസിക്കുന്നത്. ഈ വൃദ്ധ ദമ്പതികൾ 2 പേർ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇവരുടെ വീട്ടിൽ മുൻപ് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള ഒരാളെ ജോലിക്ക് നിർത്തിയിരുന്നു. അദ്ദേഹം ഈ അടുത്ത കാലത്തെ വീട്ടിൽ നിന്നും പോയിരുന്നു. അങ്ങനെ എന്തെങ്കിലും വല്ല വാക്കുതർക്കങ്ങളോ മറ്റ് മോഷണ ലക്ഷണങ്ങളോ വല്ലോ ആണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. അജിംഷാദ്, തീർച്ചയായും ഈ കൊലപാതകം ആണ് എന്ന് സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നാമ്പുറങ്ങളെ സംബന്ധിച്ചൊക്കെ ലഭിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണ്? കാരണം ഈ പണമോ മറ്റ് ആഭരണങ്ങളോ വല്ലാതെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ആ വീട്ടിൽ നിന്ന്? ഇതൊക്കെ പോലീസ് നൽകുന്ന വിവരങ്ങൾ കൂടി ഒന്ന് ചേർത്താൽ. അജിംഷാദ്, ഈ വിജയകുമാർ കോട്ടയം നഗരത്തിലെ അറിയപ്പെടുന്ന ഒരു വ്യവസായിയാണ്. പ്രത്യേകിച്ച് കോട്ടയം നഗരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഓഡിറ്റോറിയമായിട്ടുള്ള ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയത്തിന്റെ ഉടമസ്ഥനാണ്. അങ്ങനെ വിവിധ വ്യവസായ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിനുണ്ട്. സമ്പന്നനായിട്ടുള്ള ആളാണ്. സാമ്പത്തികമായി വലിയ ഭദ്രതയുള്ള ഒരു കുടുംബമാണ്. പ്രദേശവാസികളുമായി ഏറെ അടുപ്പം പുലർത്തിയിരുന്ന ഒരു മാന്യമായ ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾ പറയുന്നത് ഈ മരണം അവർക്ക് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം മരിച്ച നിലയിൽ 2 പേരെ കണ്ടെത്തി എന്ന് പറഞ്ഞപ്പോൾ ഇവർ മരണപ്പെടാനുണ്ടായ കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു സംശയമുണ്ടായിരുന്നു. കാരണം ഇവർക്ക് ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യവുമില്ല. പക്ഷേ സാഹചര്യ തെളിവുകൾ, പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സാഹചര്യ തെളിവുകളിലേക്ക് എത്തുമ്പോൾ ഇതൊരു കൊലപാതകം എന്ന് പറയാൻ കാരണം രക്തം വാർന്ന നിലയിൽ 2 മുറിക്കുള്ളിലായിട്ടാണ് ഇരുവരുടെയും മൃതദേഹം കാണപ്പെട്ടത്. മാത്രമല്ല മുഖത്ത് ഗുരുതരമായ പരിക്കേറ്റ നിലയിലായിരുന്നു 2 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടത്. രക്തം വാർന്നിട്ടുണ്ട്. ഒപ്പം സ്വാഭാവികമായും മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുഖത്ത് മുറിവേൽപ്പിച്ചതിനു ശേഷം കൊലപ്പെടുത്തി ഇരിക്കാമെന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഇന്നലെ അർദ്ധരാത്രിയിലായിരിക്കാം ഈ കൊലപാതകം നടന്നത് എന്നുള്ളതാണ്. ഈ വീട്ടിൽ 2 പേർ മാത്രമായിരുന്നു, ഈ വൃദ്ധ ദമ്പതികൾ മാത്രമായിരുന്നു. ബഹുതല കെട്ടിടമാണ്, വലിയ വീടാണ്. ഈ വീട്ടിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അയൽവാസികൾക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കുകയില്ല. കാരണം അത്രത്തോളം വലിയ വീടും ചുറ്റുപാടുകളുമുള്ള ഒരു വീടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കൊലപാതകം നടന്നപ്പോൾ പ്രദേശവാസികൾ ആരും അറിഞ്ഞിരുന്നില്ല. പിന്നീട് രാവിലെ വീട്ടുവേലയ്ക്കെത്തിയ ജോലിക്കാർ ഈ വിവരം അറിയുകയായിരുന്നു. കാരണം സാധാരണ നിലയിൽ പിൻവാതിൽ തുറന്ന നിലയിലാണ്, പക്ഷെ പിൻവാതിൽ തുറന്നിരുന്നില്ല. ഉടൻ തന്നെ അവർ വീടിന്റെ മുൻവാതിലൂടെ വന്നപ്പോഴേക്കും മുൻവാതിൽ തുറന്ന നിലയിലായിരുന്നു. അതിനുശേഷമാണ് വീടിനുള്ളിൽ കയറുകയും ഈ 2 പേരെ മരണപ്പെട്ട നിലയിൽ കാണുകയും ചെയ്തത്. കാരണം ഈ രക്തം വാർന്ന നിലയിൽ 2 പേരെയും കണ്ടതിനെ തുടർന്ന് ഈ വീട്ടിലെത്തിയ ജീവനക്കാർ അവർ അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടുകയായിരുന്നു. പിന്നീട് അയൽവാസികളിലെത്തിയാണ് പോലീസ് വിവരമറിയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോട്ടയം തിരുവാതുക്കലിൽ വൃദ്ധ ദമ്പതികളെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വിജയകുമാർ, ഭാര്യ മീര എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം രക്തം വാർന്ന നിലയിൽ ആണ് കണ്ടെത്തിയത്. 2 മുറികളിലായാണ് കണ്ടെത്തിയത്. ഈ വീട്ടിൽ ഇവർ 2 പേരും മാത്രമാണ് താമസിച്ചിരുന്നത്. പുലർച്ചെ എത്തിയ വീട്ടുജോലിക്കാരാണ് ഈ മരിച്ച വിവരം അറിയുന്നത്, ഈ കൊലപാതകത്തെ സംബന്ധിച്ച് അറിയുന്നത്. ഇരട്ട കൊലപാതകത്തിൽ നാട് നടുങ്ങുകയാണ്.
മാത്രമല്ല മുഖം വികൃതമാക്കിയ നിലയിലാണ് എന്ന് പറയുന്നു. അപ്പോൾ എന്തോ പൂർവ്വ വൈരാഗ്യത്തിൻ്റെ ഭാഗമായുള്ള കൊലപാതകമാണെന്ന് സംശയിക്കാവുന്ന സാഹചര്യം കൂടി അവിടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരാണ്, എന്തൊക്കെയാണ് അതിലെ ഘടകങ്ങളായുള്ളത്? ഇവർ ഒറ്റയ്ക്ക് താമസിക്കുന്നു, അല്ലെങ്കിൽ ഇരുവരും മാത്രമായി താമസിക്കുന്നു, വൃദ്ധ ദമ്പതികൾ മാത്രമായി താമസിക്കുന്ന ഇത് വ്യക്തമായി അറിയുന്ന ആരോ ആണ് അവിടേക്ക് പ്രവേശിക്കുകയും കൊലപാതകം നടത്തുകയും ചെയ്തത്. മുഖം വികൃതമാക്കണമെങ്കിൽ എന്തോ ഒരു ഉദ്ദേശം ആ കൊലപാതകത്തിൻ്റെ പിന്നിലുണ്ട് എന്നതൊക്കെയുള്ള പ്രാഥമികമായ വിവരങ്ങളുണ്ട്. ഇതൊക്കെയാണ് പോലീസ് പരിശോധിക്കുന്നത്. പക്ഷേ കൃത്യമായി പോലീസിന് മുന്നിൽ ചില സന്ദേശങ്ങൾ, സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാനാകുന്നത്. ഇരുമുറികളിലായും രക്തം വാർന്ന നിലയിലാണ് ഈ വൃദ്ധ ദമ്പതികളെ കണ്ടത്. മുഖം വികൃതമാക്കിയ നിലയിൽ കാണുന്നു എന്നത്. സനോജിലേക്ക് തന്നെ വന്നാൽ, സനോജ്, ഈ മുഖം വികൃതമാക്കിയ നിലയിലായിരുന്നോ ഇവരുടെ മൃതദേഹം കണ്ടത്? മുഖത്ത് മാരകമായി പരിക്കേറ്റ അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് നൽകുന്ന വിവരം ഇവരുടെ മുഖത്ത് ഗുരുതരമായി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. മാരകായുധം കൊണ്ട് ആക്രമിച്ചതിന് ശേഷമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. അതുകൊണ്ട് മുഖത്തേറ്റ മുറിവിനെ തുറന്നും തലക്കേറ്റ പരിക്കിനെ തുറന്നുമാണ് രക്തം വാർന്ന നിലയിൽ മൃതദേഹങ്ങൾ കാണപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇതൊരു കൊലപാതകമാണ് എന്ന ഉറപ്പിച്ചു പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ അന്വേഷണം പോലീസ് നടത്തുകയാണ്. ചില സൂചനകൾ കൂടി ലഭിച്ചിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പോലീസ് നൽകുന്നത് ഇവർ രണ്ടുപേരും, ഈ വൃദ്ധ ദമ്പതികൾ രണ്ടുപേർ മാത്രമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. ഇവരെ സഹായിക്കാൻ വേണ്ടി വീട്ടുജോലിക്കായി മറ്റ് ചില ആളുകൾ കൂടി വന്നിരുന്നു. എന്നാൽ അവർ ഈ വൈകുന്നേരങ്ങളിൽ വീട്ടിലേക്ക് പോവുകയാണ് പതിവ്. എന്നാൽ ഇതിനുശേഷം പിന്നീട് ഈ മൃതദേഹങ്ങൾ കാണാനിടയാക്കിയത് രാവിലെ വീട്ടുജോലിക്കെത്തിയ ജീവനക്കാർ തന്നെയാണ് ഇത് കണ്ടത്. അപ്പോൾ പോലീസ് പിന്നീട് സംഭവ സ്ഥലത്തെത്തുകയും വിശദമായ രീതിയിൽ പരിശോധന നടത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊരു കൊലപാതകമാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. എന്തായാലും കൂടുതൽ പോലീസ് സംവിധാനം ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശദമായ രീതിയിലുള്ള അന്വേഷണം നടത്തുകയാണ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. കാരണം ഇതിനകത്ത് ആരാണ് ഈ കൊലയ്ക്ക് പിന്നിൽ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള ഒരാൾ ഏതാനും നാളുകൾ മുമ്പ് ഇവരുടെ വീട്ടിൽ ജീവനക്കാരനായിരുന്നു. അദ്ദേഹം ഏതാനും നാൾ മുമ്പാണ് ഇവിടെ നിന്ന് പോകുന്ന സാഹചര്യം ഉണ്ടായത്. എന്തോ സാമ്പത്തിക തർക്കത്തെ തുടർന്ന് ഇദ്ദേഹത്തെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടിരുന്നു എന്നുള്ള ഒരു സൂചന കൂടി പോലീസ് നൽകുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെയൊക്കെ എന്തെങ്കിലും പങ്കാളിത്തം ഈ കൊലയ്ക്ക് പിന്നിലുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദമായ അന്വേഷണം കൂടിയാണ് പോലീസ് നടത്തുന്നത്. അജിംഷാദ്, തീർച്ചയായും ഈ രാവിലെ ആ വീട്ടിലെ ജോലിക്കെത്തിയവരാണ് കാണുന്നത്. ഇവർ ഇരുവരും മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത് എന്ന് വ്യക്തമായി അറിയുന്ന ആരോ ആണ് കൊലപാതകം നടത്തിയിരിക്കുന്നത്. ഈ പിടിവലിയുടെ ഭാഗമായി ആണോ വസ്ത്രങ്ങൾ നഷ്ടമായത്? എന്താണ് അതേ സംബന്ധിച്ച് പോലീസ് സൂചിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും പോലീസ് നൽകുന്നത് മൽപ്പിടുത്തം നടന്നിട്ടുണ്ട്. മാരക മുറിപ്പ് ശരീരത്തെ ഏറ്റിട്ടുണ്ട്. മുഖത്ത് മുറിവേറ്റ നിലയിലാണ്. തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ മൽപ്പിടുത്തത്തിനിടയിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും മരണപ്പെടുകയുമായിരുന്നു. കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ കൃത്യം നിർവഹിച്ചത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന സൂചന. കാരണം ഇവരുടെ പണമോ മറ്റെന്തെങ്കിലും ആഭരണങ്ങളോ അപഹരിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണവും പോലീസ് നടത്തുകയാണ്. അത് ഈ മോഷണമാണോ ഈ മോട്ടിവേഷന് പിന്നിൽ എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു കൊലപാതകമാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങളിൽ എത്തുന്നത്. അത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവർ ഇരുവരും മാത്രമായിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നത്. കാരണം 2 മക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. നേരത്തെ ഒരു മകൻ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നാട്ടിലെ അറിയപ്പെടുന്ന ഒരു വ്യവസായി കൂടിയാണ്. സാമ്പത്തികമായി വലിയ ഭദ്രതയിലുള്ള ഒരു കുടുംബമാണ്. ഏക മകൾ ഉണ്ട്. ആ മകൾ വിദേശത്താണ് താമസിക്കുന്നത്. ആ മകൾ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ആ സാഹചര്യങ്ങളൊക്കെ അറിയുന്ന ആരോ ആണ്. ഒരുപക്ഷെ വീട്ടുജോലിക്കാരായിട്ടായിരിക്കാം അവിടെ വീട്ടിൽ പ്രവേശനം ഉണ്ടായിരുന്നത് സാധാരണഗതിയിൽ, മറ്റുള്ളവർ അല്ലാതെ ഉള്ളത്.